ഒരുപാട് ഗുണഭോക്താക്കൾ അതിനകത്ത് സാധുക്കളായ ആളുകൾ ക്യൂ നിന്നാണ് ഭക്ഷണം വാങ്ങുന്നത്. ഒറ്റയടിക്ക് അവരുടെ എല്ലാം ഭക്ഷണ വിതരണം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ അവിടെ ആശുപത്രിയിൽ കലശലായ ചില പ്രശ്നങ്ങളുണ്ട്. പലർക്കും ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മറവിൽ രാഷ്ട്രീയവും അതുപോലെ തന്നെ പാർട്ടി താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാവുന്ന ലക്ഷ്യമുണ്ട്. അതിനെ ആയിരിക്കണം അദ്ദേഹം വിമർശിച്ചതെന്നാണ് നമ്മൾ കരുതുന്നത്. അതൊരു വിവാദമാക്കേണ്ട വിഷയമൊന്നുമല്ല. അദ്ദേഹം ഒരു പക്ഷേ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള രാഷ്ട്രീയ ദുഷ്ടലാക്കാർക്കുകളുണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്ന അർത്ഥത്തിലായിരിക്കണം. പക്ഷേ ആകെ കാടടച്ച് വെടിവെക്കരുതായിരുന്നു. കാരണം വളരെ ഫലപ്രദമായ നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CH സെൻ്ററുകൾ വിദേശ KMCCക്കാരുടെയൊക്കെ സഹായത്തോടു കൂടി ഡയാലിസിസ് സെൻ്റർ, ET മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം CH സെൻ്റർ എല്ലാം ആശുപത്രിക്ക് പിന്നിലാണ് പ്രവർത്തിക്കുന്നത്, ഹോസ്പിറ്റലിന് വേണ്ടിയാണ്. അപ്പോൾ ഗവൺമെൻറ് പരിമിതികൾ അറിയാമല്ലോ. ഒരുപാട് ആളുകൾ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഗുണഭോക്താക്കളായിട്ടുണ്ട്. ഒറ്റയടിക്ക് അവരെല്ലാം ഒഴിവാക്കുക എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. അപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് CH സെൻ്റർ സായാഹ്ന ഭക്ഷണം ഏകദേശം 400ഓളം പേർക്ക് കഞ്ഞി, ചപ്പാത്തി, മറ്റ് കറികളെല്ലാം കൂടെ കൊടുക്കുന്നുണ്ട്. മരുന്നുകൾ വേറെ കൊടുക്കുന്നുണ്ട്. ക്യാൻസർ സെൻ്ററുമായി ബന്ധപ്പെട്ട് വേണ്ട സഹായമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചാരിറ്റി പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ടാണ് കളക്ടർ പോലും സന്നദ്ധ പ്രവർത്തകരെ ആശുപത്രി വികസന സമിതിയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംവിധാനം ഗവൺമെൻറ്റും NGOസും എല്ലാം ചേർന്ന് ചെയ്യുന്ന ഒരു കാര്യം പെട്ടെന്ന് അത് വേണ്ട എന്ന് പറയുന്നത് ഉചിതമല്ല എന്ന അഭിപ്രായമാണ് നമുക്കുള്ളത്. ഈ ജി സുധാകരൻ പറഞ്ഞതിനോട് നിങ്ങൾ അദ്ദേഹത്തെ വിമർശിക്കുകയാണോ? അതോ വിമർശനമല്ല, അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങളും തുറന്ന് പറയാറുണ്ട്. അത് അദ്ദേഹത്തിന് സ്വദേശപരമായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായ പ്രകടനമായിട്ടാണ് നമ്മളത് കാണുന്നത്. അദ്ദേഹം പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായ പ്രകടനമാണ് അതെങ്ങനെ കാണുന്നത്. MLA എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അതിനോട് എല്ലാ കാര്യത്തിലും അദ്ദേഹം സ്വതന്ത്ര UDF സ്വതന്ത്രനായിരുന്നു. അദ്ദേഹത്തിന് സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ കാര്യങ്ങളോടും ഒരു പക്ഷേ അദ്ദേഹത്തിന് മുന്നണി സംവിധാനത്തിൽ യോജിക്കണമെന്നില്ല. ഇക്കാര്യത്തിൽ നമ്മുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇതൊരു മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനമാണ്. ഒരുപാട് ഗുണഭോക്താക്കൾ അതിനകത്ത് സാധുക്കളായ ആളുകൾ ക്യൂ നിന്നാണ് ഭക്ഷണം വാങ്ങുന്നത്. ഒറ്റയടിക്ക് അവരുടെ എല്ലാം ഭക്ഷണ വിതരണം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ അവിടെ ആശുപത്രിയിൽ കലശലായ ചില പ്രശ്നങ്ങളുണ്ട്. പലർക്കും ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മറവിൽ രാഷ്ട്രീയവും അതുപോലെ തന്നെ പാർട്ടി താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാവുന്ന ലക്ഷ്യമുണ്ട്. അതിനെ ആയിരിക്കണം അദ്ദേഹം വിമർശിച്ചതെന്നാണ് നമ്മൾ കരുതുന്നത്. ഈ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, അതിന് സർക്കാർ ഫണ്ട് അനുവദിക്കണമെന്നൊക്കെയാണ്. അതൊക്കെ പ്രായോഗികമായിരിക്കുമോ? എങ്ങനെയാണ് സർക്കാർ ഫണ്ടിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി വല്ലാതെ ഉണ്ട്. സർക്കാർ എല്ലാ കാര്യത്തിലും സർക്കാരിൻ്റെ ഫണ്ട് കൂടാതെ ജനങ്ങളിൽ നിന്നും മറ്റ് ചാരിറ്റി സംഘടനകളിൽ നിന്നൊക്കെ അവരെല്ലാം ആശ്രയിച്ചുകൊണ്ടാണ് പല പ്രവർത്തനവും നടന്നു പോകുന്നത്. ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി തന്നെ ജനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നടത്താറുണ്ട്. അപ്പം പെട്ടെന്ന് ഗവൺമെൻറ്റിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ആശുപത്രികൾ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം.